ഒരു പ്രത്യേകത, നമ്മുടെ നാക്ക് പോലെ ആനയ്ക്ക് നാക്ക് വായിൽ നിന്ന് പുറത്തേക്ക് നീട്ടാൻ പറ്റില്ല. അതിൻ്റെ ചലനം തന്നെ എല്ലാം വായക്കകത്തായിരിക്കും. നമ്മൾ എന്തെങ്കിലും തീറ്റ സാധനങ്ങൾ, പഴമോ അല്ലെങ്കിൽ കരിമ്പോ അല്ലെങ്കിൽ പട്ടയുടെ കഷ്ണമോ കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നാക്കിൻ്റെ നടുഭാഗം ഒരു മുകളിലേക്ക് വളയും, ഒരു കൊക്ക പോലെ വളയും. വളഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് അതിൽ കൂടെയാണ് ആന തീറ്റ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് അണപ്പല്ലുകൾക്കിടയിൽ ചവച്ച് അരയ്ക്കുന്നത്. അത് വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആനയ്ക്ക് വായക്കകത്തുള്ള പല്ലുകൾ, അതിലും വളരെ വ്യത്യാസമുണ്ട്. ആനയ്ക്ക് പല്ല് ഒരേ സമയത്ത് 4 പല്ലേ കാണുള്ളൂ. 2 വലത്തെ ഇടത്തെ താടികളിൽ ഓരോന്ന് വീതവും, മുകളിലും താഴെ അങ്ങനെ 4 എണ്ണം മൊത്തം. അണപ്പല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അണപ്പല്ല് ചിലപ്പോൾ വളരെ വലുതായിരിക്കും. 6 പ്രാവശ്യം ആനയുടെ വായിൽ പല്ലുകൾ പിന്നിൽ നിന്ന് തള്ളി വരും. ഏകദേശം ആനയ്ക്ക് ഒരു 6 മാസം പ്രായമാകുമ്പോൾ ഒരു ചെറിയ പല്ല് നമുക്ക് കാണാം, താടിയിൽ കാണാം. അങ്ങനെ 4 എണ്ണം ഉണ്ടായിരിക്കും. 6 പ്രാവശ്യം മൊത്തം എൻ്റെ ജീവിതകാലത്തിൽ 24 പല്ലേ ഉണ്ടാവുള്ളൂ. ഈ അണപ്പല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെറുതായിരിക്കും. അതിൻ്റെ ഉപരിതലത്തിൽ ചെറിയ കുറുകെയുള്ളതായിട്ടുള്ള വരമ്പുകളുണ്ടാവും. അത് വളരെ പ്രത്യേകതയാണ്. അപ്പോൾ ഓരോ സെറ്റ് പല്ലിനും, ഈ 6 സെറ്റിൽ ഓരോ സെറ്റ് പല്ലിനും പ്രത്യേക നമ്പറുകൾ ഈ വരമ്പുകളുണ്ടാവും. ആദ്യത്തെ സെറ്റ് പല്ലിനാച്ച പറയുന്ന സാധനം വെച്ചാൽ 4 വരമ്പ്. അപ്പോൾ പല്ല് നമ്മൾ ഉപരിതലം നോക്കിക്കഴിഞ്ഞാൽ 4 വരമ്പുള്ള പല്ല കാണുന്ന വെച്ചാൽ നമുക്ക് കണക്കാക്കാം അത് ആദ്യത്തെ സെറ്റാണെന്നുള്ളത്. രണ്ടാമത്തെ സെറ്റിന് 8, മൂന്നാമത്തെയും 4ാമത്തെ സെറ്റിന് 12 വീതവും, 5ാമത്തെ സെറ്റിന് 16 വരമ്പുകൾ, അവസാനം വരുന്നതായിട്ടുള്ള സെറ്റിന് 24 വരമ്പുണ്ടാവും. അപ്പോൾ ഈ പല്ലിൻ്റെ ഉപരിതലം നോക്കി വരമ്പ് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഏത് സെറ്റ് പല്ലാണ് വായ്ക്കകത്തുണ്ടാവുമെന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ പോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് കീഴ്പോട്ടല്ല പല്ല് വരണത്. ഇത് ആനയ്ക്കെന്താണെന്ന് വെച്ചാൽ പിൻഭാഗത്തിൽ നിന്ന് തള്ളി വരികയും ചെയ്യാം. അതായത് ഗുഡ്സ് വണ്ടിയുടെ വേഗം തള്ളുന്നത് പോലെ പിൻഭാഗത്ത് വരുന്നതായിട്ടുള്ള പല്ല്, അതായത് 2ാമത്തെ സെറ്റ് പല്ല് പിൻഭാഗത്ത് വരുമ്പോൾ ആദ്യത്തെ സെറ്റ് പല്ല് മുന്നിലേക്ക് വന്ന് അതിൻ്റെ അറ്റം തേയ്മാനം വന്നങ്ങ് പോകും. ഈ വരമ്പുകളൊക്കെയാണെന്ന് വെച്ചാൽ ചില പ്ലേറ്റ്സുകൾ സിമെൻറ്റ് മെറ്റീരിയൽ കൊണ്ട് യോജിപ്പിച്ച് ചേർന്നതാണ് ഈ വരമ്പുകൾ, മൊത്തമായിട്ടുള്ള അണപ്പല്ല്. അപ്പോൾ മുന്നിലേക്ക് തള്ളി വരുമ്പോൾ അതിൻ്റെ അറ്റം അതിൻ്റെ പ്ലേറ്റുകളൊക്കെ അത് പൊട്ടി പോവുകയും ചെയ്യും. ആ സ്ഥാനത്ത് 2ാമത്തെ സെറ്റ് പിന്നിൽ നിന്ന് തള്ളി വരികയും ചെയ്യും. അങ്ങനെ ഓരോ സെറ്റ് പല്ലുകളും പിന്നിൽ നിന്ന് മുന്നിലേക്ക് തള്ളി വരിക ചെയ്യണത്. സാധാരണ അവസാനത്തെ സെറ്റ് പല്ലാണെങ്കിൽ 24 വരമ്പുകളുള്ളതായിട്ട് പല്ലാണെങ്കിൽ ആനയ്ക്ക് ഏകദേശം ഒരു 40-45 വയസ്സാകുമ്പോഴാണ് അത് വായിൽ കാണുകയും ചെയ്യുക. അത് ആനയുടെ ജീവിതകാലം വരെ നിൽക്കുകയും ചെയ്യും. ഈ വരമ്പുകളും പല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരമ്പുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആനയുടെ ഏത് സെറ്റ് പല്ലാണ് വായിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. ഈ ഓരോ സെറ്റ് പല്ല് വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആനയുടെ വയസ്സ് ഏകദേശം നമുക്ക് കണക്കാക്കാൻ പറ്റുകയും ചെയ്യും. ആനകളുടെ മറ്റൊരു പ്രത്യേകത ഈ മുറം പോലെയുള്ള വലിയ ചെവിയാണ്. സാധാരണ നല്ല ആനച്ചന്തമുള്ള ആനയ്ക്ക് സാധാരണ പറയും ചെവികൾ തമ്മിൽ മസ്തകത്തിൽ ഠേ ഠേ എന്നിങ്ങനെ കൂട്ടിമുട്ടത്രേ. അതായത് അത്രത്തോളം വലിപ്പമുണ്ടായിരിക്കും. ആരോഗ്യമുള്ളൊരു ആന എപ്പോഴും ഇങ്ങനെ ചെവി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഈ ചെവി ആടുന്നതിൻ്റെ ഉദ്ദേശം, ആട്ടുന്നതിൻ്റെ ഉദ്ദേശം ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനാണ്. മറ്റുള്ള മൃഗങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആനയ്ക്ക് ചൂട് അസഹനീയമാണ്. താപനില 96.6 ഡിഗ്രി ഫാരൻഹീറ്റേ ഉള്ളൂ. പ്രത്യേകിച്ച് വെയിലത്തും മറ്റും എഴുന്നേൽക്കുമ്പോഴോ പണിയെടുപ്പിക്കുമ്പോഴോ ആന നടത്തുന്ന സമയത്ത് ആന പെട്ടെന്ന് ചൂടാവും, അല്ലെങ്കിൽ കായും എന്ന് പറയുകയും ചെയ്യും. ചില സമയത്ത് വായിൽ നിന്ന് വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ദേഹത്തിൽ സ്പ്രേ ചെയ്യും, അതിന് കാഞ്ഞു എന്ന് പറയുകയും ചെയ്യാം.
പക്ഷേ ഈ താപനില നിയന്ത്രിക്കുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചെവി, വിശരിക്ക് പോലെ നമ്മുടെ വിശരി പോലെ തന്നെ ആടിക്കൊണ്ടിരിക്കുന്ന ചെവിയാണ്. ഈ ചെവിയിൽ തൊലി വളരെ കനം കുറവാണ്. അതിൽ ധാരാളം രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഈ ചെവിയിലെ രക്തക്കുഴലിലേക്ക് രക്തം വരികയും ചെവി ഇങ്ങനെ എപ്പോഴും ആട്ടുന്നതുകൊണ്ട് ആ രക്തക്കുഴലുള്ളതായിട്ടുള്ള രക്തത്തിന് തണുപ്പ് ഉണ്ടാവുന്നു. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ രക്തം പിന്നെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പോവുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിലെ താപനില നിയന്ത്രണം 1 ഡിഗ്രി മുതൽ 2 ഡിഗ്രി വരെ നിയന്ത്രിക്കുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ചെവിയാണ്. ചെവി എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ ചെവിയുടെ ഈ ഉള്ള ഞരമ്പുകളിലാണ് സാധാരണ ആനയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്നുകളും മറ്റും കുത്തിവെക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആനയുടെ കഴുത്ത് വളരെ കുറിയതാണ്. കുറിയ കഴുത്തിലാണ് ഭാരമുള്ളതായിട്ടുള്ള വിസ്താരമുള്ളതായിട്ടുള്ള ഈ തല ഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു വിഷമമില്ലാണ്ട് ആനയ്ക്ക് തല ഉയർത്തി പിടിക്കാൻ സാധിക്കും. പിന്നെ മറ്റു ചില പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൾ സ്വതേ സാധാരണ കാലുകൾ തൂണ് പോലെ എന്ന് പറയുകയും ചെയ്യാം. അതിൻ്റെ ഈ ജോയിൻറ്റുകളൊക്കെ സന്ധികളൊക്കെ ഒരു ലംബമായിരിക്കും. ചെരിഞ്ഞിട്ടുള്ള മറ്റ് മൃഗങ്ങളെ പോലെ തന്നെ പശുവിനെ പോലെ ചെരിഞ്ഞിട്ടല്ല ഉണ്ടാവുക, വളരെ ലംബമായിട്ടായിരിക്കുകയും ചെയ്യും. ഈ കാലിൻ്റെ അറ്റത്ത് പാദത്തിൽ സാധാരണ നഖം കാണാം. സാധാരണ പൊതുവായിട്ട് ആനയ്ക്ക് 18 നഖം ഉണ്ടാവുക. മുൻകാലുകളിൽ 5 വീതവും പിൻകാലുകളിൽ 4 വീതവും. 20 നഖമുള്ള ആനകളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പണ്ട് ദേവേന്ദ്രൻ്റെ ആനയായ ഐരാവതത്തിന് 20 നഖം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ തന്നെ ചില ആനകൾക്ക് 20 നഖം ഉണ്ടായിരുന്നുണ്ട്. 20 നഖം ഏറ്റവും ഐശ്വര്യം എന്നാണ് പറയണത്. പക്ഷേ ഈ 18 നഖമാണ് സാധാരണ ഇപ്പോൾ ഈ ആനച്ചന്തമായിട്ട് കണക്കാക്കുന്നതും. 18 നഖമുള്ള ആനകളെയാണ് സാധാരണ പൊതുജനങ്ങൾ വാങ്ങിക്കുന്നതും നിർത്തുന്നതും. ചില 16 നഖം ഒരു അവലക്ഷണം എന്ന് പറയുകയും ചെയ്യാം. 16 ചില ആനകൾക്ക് ഉണ്ടാവാം. പക്ഷെ അത് സാധാരണ പോറ്റുന്നവർക്ക് ഉടമസ്ഥന്മാർക്ക് ദോഷം ചെയ്യുന്നത് സാധാരണ പറയുന്നുണ്ട്. അതിന് സാധാരണ അധികം ആൾക്കാർ വാങ്ങിക്കാറില്ല. പിന്നെ ഈ നഖത്തിനും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നഖമുണ്ട്, പക്ഷേ വിരലിൽ കാണില്ല. ആനയുടെ പുറത്ത് നമ്മൾക്കുള്ള പോലെ തന്നെ ചില വിരൽ കാണില്ല, മറ്റേ നഖം മാത്രമേ ഉള്ളൂ. പക്ഷേ ആനയ്ക്ക് വിരലുണ്ട്, പക്ഷേ ഈ പാദത്തിന് ചുറ്റുമുള്ളതായിട്ടുള്ള തൊലിക്കടിയിലാണ് ആ വിരൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വിരലുകളില്ലാത്ത നഖം എന്ന് വേണമെങ്കിൽ നമുക്ക് ആനയുടെ നഖത്തിനെ പറ്റി നമുക്ക് പറയാം. ആനയ്ക്ക് വിശ്വാസമുള്ള പാപ്പാൻ വരികയാണെങ്കിൽ, മുന്നിൽ വരികയാണെങ്കിൽ ഉടനെ തന്നെ ആന ചെവി ആട്ടും. ആനയുടെ വായിൽ നിന്നൊരു സൗണ്ട് വരും. ആന ഇണക്കം മൂളമെന്ന് പറയും ചെയ്യുക. കണ ഇറക്കും, മൂത്രമൊഴിക്കും. അതിനോടൊപ്പം തന്നെ ആന ഇരണ്ടിടുകയും ചെയ്യും. ഈ കണ ഒരു പ്രത്യേകതയാണ് ആനയ്ക്ക്. അവർ